ഹലോ കുട്ടി, നീ എന്താ ചെയ്തേ? ഹലോ കുട്ടി, റോബറി കണ്ണാപ്പിയല്ല ഇതാരാ? വിളിച്ചു മിയ ചന്ദ്രേട്ടൻ. ഇവിടെ ചുമ്മാടാ നീക. അതെ, ഇവിടെ പീടി വല്ലതും കണ്ടായിരുന്നു ഇങ്ങോട്ടല്ല വന്നത്? ഇല്ലടാ, ഞാൻ നോക്കി നിക്കായിരുന്നു, വന്നിട്ടില്ല. നീക്ക് എന്താ പരിപാടി? കള്ളി, നീ ഒറ്റ എടുത്ത് വണ്ടി സ്പേസ് ഉണ്ട് മിയ. നിങ്ങക്കേ ഈ ഫ്രീ എർത്ത് അടിച്ചപ്പോ നിങ്ങക്ക് എഡിറ്റ് ഓടായിരുന്നില്ലേ? എനിക്ക് പറ്റിയില്ല. എനിക്ക് പറ്റിയല്ലോ. നീ ഉണ്ടായിരുന്നോ? കഴിവുണ്ട്, ഇവന് കഴിവില്ല. ഞാൻ രക്ഷപ്പെട്ടു. അവള് രക്ഷപ്പെട്ടല്ലോടാ. അവർക്ക് കഴിവുണ്ട്, ഇവന് കഴിവില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ല എന്തൊരു ഞാനാരും സംസാരിച്ചത് മനസ്സിലായില്ലേ? മിയ ഒന്ന് കേറി കുറച്ച് സംസാരിക്കണം. എന്താ പീഡിയായിട്ട് റോങ് ആയിട്ട് സംസാരിച്ചവൻ? ഞാൻ കണ്ടൂല, ഞാൻ രക്ഷപ്പെട്ടില്ലേ? ഇവന് മാത്രം 1 മണിക്കൂർ കിട്ടി. ഹൗക്കം? ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വരാൻ കൂട്ടി, ഞങ്ങൾ വരാം. നിങ്ങളപ്പോ ഒരുമിച്ചാ പോയത് റോബർ അടിക്കാൻ? അതെ, ഒരുമിച്ചാ പോയെ. നീ കമ്മിറ്റഡ് ആണോ? നീ കമ്മിറ്റഡ് ആണോ എന്ന് എനിക്ക് ചോദിച്ചു. ഫ്രീ ആണോ? വണ്ടിയിൽ സ്പേസ് ഉണ്ട്. അല്ല നീക, നീ എന്താ ചോദിച്ചു? അതല്ല നീക ക്രഷ് അടിച്ചാനക്ക്. നീകന സംസാരിക്കുന്നേ. നീക്ക് ഇഷ്ടാണോ നീകനെ? ചന്ദ്ര നാളെ പറഞ്ഞാ ആലോചിച്ചത്. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നാളെ സമയമുണ്ടല്ലോ മിയ. ഒരു സെക്കൻഡ്. എടാ ഇത് വളയും, ഇത് ചുമ്മാ വളയും. നീക ഒരു പ്രപ്പോസ്, 2 പൂവ്, ഒരു സ്റ്റേജ്. ചന്ദ്ര അങ്ങനെ ചുമ്മാ വളയത്തൊന്നുമില്ല. ഇതിപ്പോ നീകൻ എന്ന് പറഞ്ഞോണ്ടാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ ഇവള് തുപ്പിയാണേ, മനസ്സിലായില്ലേ? അത് എന്റെ പേര് പറഞ്ഞോണ്ടാണ്. എന്നെ എല്ലാരും സിറ്റിയിൽ എല്ലാവർക്കും വേണം. ചന്ദ്ര കൊച്ചിരുന്ന് വണ്ടി കേട്ടല്ലേ സംസാരിക്കില്ല നമുക്ക് റൊമാൻറ്റിക് ആയിട്ട്. ഞാൻ കുറച്ച് വെയിറ്റ് എടുക്കുക. മിയ വണ്ടിക്കായിരിക്കും, നമുക്ക് മുതുക്കിലാക്കോട്ടെ. മുതുക്കിലാക്കത്തില്ല, മിയ ഇവിടെ നിൽക്കണ്ട ഒറ്റക്ക്. ഇവിടെ ശരിയല്ലേ, ഇവിടെ ഫുള്ള് പ്രശ്നം. തുളുമ്പിരിക്കുവെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ നീ ഒരു ഐ ലവ് യു പറഞ്ഞു നോക്ക്. നീ കുറച്ച് മേനയായിട്ടൊക്കെ എന്നിട്ട് നേരെ പോയി ഈ മാസ്ക് മാറ്റി എന്റെ മുഖം ഇതല്ലടാ. അത് മതി, അത് വെക്കടാ. ഇതെന്താ നീരൊക്കെ മോഹം ഇല്ലാത്തവനാണോ നീ? മോഹം മാറ്റാ. എടാ നിന്റെ മോന്ത കണ്ടല്ലേ സംസാരിക്കണ്ട. ഇത് കുണ്ടി മാതിരി ഉണ്ട് നിന്റെ മോഹം കാണാൻ. മോഹം മാറ്റി, അത് മാറ്റി, മാസ്ക് മാറ്റി. ഇതല്ല എന്റെ ഫേസ്. ബർഗറാണോ കഴിക്കുന്നത്? എന്താണ് കഴിക്കുന്നത്? സാൻഡ്വിച്ച് വേണോ, ബർഗർ വേണോ, എന്താണ് വേണ്ടത്? ചേട്ടാ 2 ബർഗർ. ചേട്ടാ നിങ്ങൾ അയ്യോ ഡൈന എന്നാ നിങ്ങളൊന്നും മെനു വരുമോ? നിങ്ങൾ വരുമോ? അതോ ഡബിൾ പാറ്റി ആണോ സിംഗിൾ പാറ്റി ആണോ വേണ്ടേ? എന്താ ചേർത്ത? അതെ, ഇവിടെ മെനുവിൽ ഏറ്റവും എക്സ്പെൻസീവ് എടുത്താൽ മതിയേ. 4 ആണല്ലേ? ഓക്കെ എല്ലാം എടുത്തു. 4 എടുത്തോ. പിന്നെ കുടിക്കാൻ എന്തല്ലേ? കോക്ക്, പെപ്സി ആണോ? നല്ല വിശപ്പാണല്ലേ സാർക്ക്? എന്തെങ്കിലും വെച്ച് കഴിക്കി. എനിക്ക് നല്ല വിശപ്പുണ്ട്. മിയക്ക് എന്താ പെപ്സി ആണോ വേണ്ടേ, കോക്ക് ആണോ വേണ്ടേ? കോക്ക് മതിയില്ലേ ചേട്ടാ? 2 കോക്ക് എനിക്കും മിയക്കും. അളിയനോ? അതല്ലേ പറഞ്ഞത്, ബർഗറും ജ്യൂസും. അതെ, ടോട്ടൽ 4 ബർഗർ, 2 കോക്ക്, 90s. കോക്കാലണ്ട് വേറെ എന്താ ഉള്ള? അപ്പൊ 4 കോക്ക്. നീ ഇങ്ങനെ വലുതെടുത്തോ.
അളിയന് ചെറുത്. എനിക്ക് ചിൽഡേ കുറച്ച് നല്ലൊരു ചില്ലാണെങ്കിൽ നീ അകത്തോട്ട് കൊണ്ടുവരും. ചന്ദ്രന് ചെറുത് കൊടുത്തു. ഹോട്ടലല്ലേ ആ കാട് കാട്. ചന്ദ്രൻ അളിയ ഞാൻ കൊടുക്കാം. ആ ഇല്ലടാ. ഓക്കെ ആ, 4 ലക്ഷം. ഞാൻ അളിയൻ ജീപ്പ് ചെയ്യാം. 4 ലക്ഷം. അളിയൻ കൊടുത്തോ. 4 ലക്ഷം. 4 ലക്ഷം അല്ലേ? നാളെ ഒരു 5 ലക്ഷം ചെയ്യാം. 1 ലക്ഷം അളിയൻ വെച്ചു. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എന്താ പാസ്വേഡ് ഒക്കെ ചോദിക്കണേ? പിന്നെ എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ. ആ കയ്യിൽ തരാം. ഐഡി പറയോ? മിയ കൊള്ളാലോ, ടാറ്റു ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ. ഓ ഇത് കിട്ടിയില്ലേ? സാറൊക്കെ ആ എടാ അവര് കൊണ്ടുവരും. വാ നല്ലൊരു കാര്യത്തിൽ പോവല്ലേ നീ? പോകോ നീക വന്നിരി. ആളിയ വരുന്നു. കണ്ണുവെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. മിയ ഇരിക്കൂ. രണ്ടെണ്ണം ഇരിക്കാൻ പറ്റൂ? ഞാൻ നീങ്ങിരിക്കാം. ആ മിയ ഇരുന്നു. സാർക്ക് ഇരിക്കൂ. ഇല്ലല്ല ബഹുമാനമുണ്ട്. അല്ലാതെ സാർ ചന്ദ്ര കുഴപ്പമില്ല. നിന്നോട്ടെ. എടാ അത് മാസ്ക് നിങ്ങക്ക് രണ്ടുപേർക്ക് കാണണ്ടേ? അങ്ങോട്ടും കാണണ്ടേ രണ്ടുപേർക്ക്? അല്ല ഇതിപ്പോ എങ്ങനെ ചന്ദ്ര ഫേസ് കാണിക്കും? എന്താ പറയാ, എനിക്ക് മീനെ കണ്ടപ്പോ തന്നെ ഒരു ക്രഷ് അടിച്ചു. പിന്നെ ചന്ദ്രൻ പറഞ്ഞു നല്ല കുട്ടിയാണ്. ഏത് തറവാട്ടി പറഞ്ഞ കുട്ടിയാണ്. ഞാനും തറവാട്ടി പറഞ്ഞാണേ. തറവാട്ട് പേരെന്തായിരുന്നു? ആ നമ്മൾ എന്താ വെറുതെ അതൊക്കെ പണ്ടത്തെ ആചാരങ്ങളിൽ തറവാട്ടി പറഞ്ഞത്. ഇപ്പൊ നമ്മള് മനസ്സും യോജിച്ചാ മതി അല്ലേ ചന്ദ്ര? ആര് ഇപ്പൊ തറവാടൊക്കെ നോക്കും അല്ലേ മിയ? ഹലോ അല്ല ഞാൻ പറഞ്ഞത്. അല്ല നീകനെ പറ്റി എന്താ മിയുടെ അഭിപ്രായം? പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പൊ പരിചയപ്പെട്ടോ? 1-2 വട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെ പെൺപിള്ളേരോട് സംസാരിക്കാറില്ലേ, മുഖത്ത് പോലും നോക്കത്തില്ല. അതെ പക്ഷെ മിയനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു തോന്നി. അതാ അല്ല അതിപ്പോ ഞാനെന്താ പറയണ്ട ചന്ദ്ര, അതിപ്പോ മിയ പറയുന്നത് സംസാരിച്ച് പഴയണമെന്നല്ലേ, കുറച്ച് മിങ്കിളാവണമെന്നല്ലേ? അത് ശരിയാ. പെൺപിള്ളേരുടെ ഒക്കെ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. പണ്ടത്തെ ഇല്ല മിയ, ഇത് ഇല്ല ചന്ദ്ര, ഒരു പെങ്കൊച്ച് ചന്ദ്ര ആരും അവനെ കുറച്ച് നല്ല താഴെ ആൾ ട്രിംഡ് ആണ്. എടാ മാസ്ക് മാറ്റാ നീക. മിയ അങ്ങനെയല്ല മിയ, അങ്ങനെയല്ല ചന്ദ്ര. മാറ്റാമോ? ഇല്ല ഇപ്പൊ മാറ്റില്ല. അതെന്നാ ചന്ദ്രന്റെ കാര്യമുണ്ട് ചന്ദ്ര. ഒരിക്കലും മിയ എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെടല്ലേ, എന്റെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെടണ എന്നെ. അതിന് വേണ്ടിയാണ് ഞാൻ മാസ്ക് വെച്ചേക്കുന്നത്. മിയ എപ്പോ എസ് പറയുന്നു അപ്പൊ ഞാൻ മുഖം കാണിക്കും. ചന്ദ്രൻ, നമ്മൾ ഒരാളുടെ ഭംഗി നോക്കിയല്ല ഒരാളുടെ ഇഷ്ടപ്പെടണ്ടേ, അയാളുടെ മനസ്സ്. നിന്റെ ഈ കാടം, നിന്റെ മറ്റേ കാട് പിടിച്ച് നിൽക്കുന്ന നടക്ക്, നിന്റെ ഈ മുടിയും, അയാളുടെ ലോയാലിറ്റി, ഇതെല്ലാം നോക്കി വേണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടാൻ. അല്ലാണ്ട് അയാളുടെ മുഖമോ, അയാളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നോ, അയാളുടെ കയ്യിൽ എത്ര കാറുണ്ടെന്നോ, അയാൾക്ക് വീടുണ്ടോ, അതൊന്നും നോക്കിയല്ല. എനിക്ക് അങ്ങനെ ഒരാളെ വേണ്ട, മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ എന്റെ അതും അങ്ങനെയുള്ളവർ ഇഷ്ടമല്ലെന്ന്. സത്യമാണ് സത്യമാണ്. നീക്ക് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ എവിടെന്നേലും? ഇതിന് മുന്നേ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാറുണ്ടോ? അതൊക്കെ 2024 സ്വാഭാവികം. ഭംഗിയുള്ള പെൺപിള്ളേരെ കാണുമ്പോ തന്നെ കുറെ എണ്ണങ്ങൾ ചാടി വരും, കൊറേ കണ്ണാടി വെച്ച് പൊട്ടന്മാരെ പോലെ. ഒരാള് പറഞ്ഞോളൂ. ആരാ? ആണോ? അപ്പൊ മിയക്ക് കൊറേ പ്രപ്പോസൽ ഉണ്ടെന്നാണ് അല്ലേ പറഞ്ഞു വരുന്നത്. ആക്ച്വലി എന്നോടും കുറെ പേര് ഇങ്ങനെ വന്ന് പറയാറുണ്ട്. പക്ഷെ
എനിക്ക് ഇപ്പൊ നീകനെ കണ്ടപ്പോഴും എന്തേലും എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തേലും തോന്നിയായിരുന്നു? എന്തേലും ഒരു അല്ല ഇവിടെ നമ്മളൊരു ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കുമ്പോ വരണമെങ്കിൽ എന്തേലും സ്പെഷ്യൽ ആയിട്ട് തോന്നണമല്ലോ. സംഭവിക്കും. നീകന്റെ സംസാരം ഇഷ്ടപ്പെട്ട്. മിയ അത് എന്ത് ചെയ്യാനാണ് മിയ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ അങ്ങനെയാണ് വളർത്തിയത്. എല്ലാരോടും എന്നാ അച്ഛന്റെ പേര് ഭയങ്കര നീകന്റെ അച്ഛന്റെ പേര്? അച്ഛന് സ്മിത്ത്. എവിടെ ആളിപ്പോ ഉണ്ട്? ആളോടെ ഇല്ല, പുറത്താ. പുറത്തെന്ന് പറഞ്ഞ പുറത്ത് ഔട്ട്സൈഡ് കൺട്രി. എനിക്ക് ഡാഡിയുടെ പണം കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങാട് വന്നതാണ്. എന്റെ അച്ഛൻ നിങ്ങൾ പറഞ്ഞാ അറിയൂ. എന്താ മിയ? മിയുടെ അച്ഛന്റെ പേര്? അച്ഛനെ പറഞ്ഞാ അറിയുന്നു. എന്താ പേര്? മിയയുടെ അച്ഛന്റെ പേര് മറ്റേ സുഗുണനില്ലേ ബെല്ലാരിയിലത്തെ? ആ സുഗുണനോ? സുഗുണന്റെ മോളാണോ? സുഗുണന്റെ മോളാണ്. സുഗുണ ചന്ദ്രനോട് പഠിച്ചതാ. അല്ല അതിന്റെ അച്ഛൻ എന്നോട് പഠിച്ചേ, മനസ്സിലായാ? അല്ലേ? അയ്യോ സോറി, ചന്ദ്ര ആ സുഗുണല്ല. നീ ഏത് സുഗുണനാണ്? ഇത് വേറെ ബെല്ലാരിലെ സുഗുണ. പൊക്കം ഉണ്ടായിട്ട് മുടി. ഓക്കെ. ഓ സുഗുണന്റെ മോളാണല്ലേ? 15 വയസ്സായില്ലേ? എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സ്. അപ്പൊ ആരേലായിട്ടൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ മിയ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, യു നോ ചന്ദ്രൻ. പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓ റിലേഷൻ ഉണ്ടായിരുന്നല്ലേ? ആരായിരുന്നു? റിലേഷൻഷിപ്പ് ഒക്കെ ആർക്കാണ് ഇല്ലാത്ത ഈ കാലത്ത്? ഒരു അനിയനാണ്. നിങ്ങളുടെ ഒരു അനിയനാ. നമ്മുടെ അനിയനോ? അതാരാണ് നമ്മുടെ അനിയൻ? നമ്മുടെ അനിയനോ? അതാരാ? നമ്മുടെ കുടുംബത്തിന്നോ? പേരൊക്കെ പറ. പേരാരാ? പേരെന്താ? ചന്ദ്ര നമ്മുടെ കുടുംബത്തില് ജൂഡ് അളിയാ. ആടാ കാണാൻ കൊള്ളുന്ന പെമ്പിള്ളരാകുമ്പത്തേക്കും പുറകിടക്കാൻ പയമ്പണ്ടാവല്ലോടാ നീ. അതെ. അവനെങ്ങനെ ശല്യം വരുന്നോ? പിന്നെ അല്ല അവര് കപ്പിൾസ് അവര് ഇതായിരുന്നു റിലേഷനായിരുന്നു പറഞ്ഞു നീകൻ. അങ്ങനെയുള്ള അവനോട് എന്താണ് ബ്രേക്കപ്പ് ഉള്ള കാര്യം എന്നൊന്ന് പറയാമോ? പറഞ്ഞു. എന്നാ ലാസ്റ്റ് അവൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ചൂട്? ചന്ദ്ര മറ്റേ പെണ്ണ് പറയണ്ട. അത് കഴിഞ്ഞല്ലേ മയ്യ? അതിപ്പോ സംസാരിക്കണ്ട. അങ്ങനെ പറഞ്ഞല്ലേ? അല്ല അത് ഞാൻ നാളൊക്കെ അതിന്റെ ഒരു വിഷമത്തിൽ നടക്കായിരുന്നു ഞാൻ. അല്ല അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആക്കിയത്. അതാ എന്തൊരു റീസൺ? അതാണ് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്. ശരിക്കും അല്ല ഞാൻ ആ ഫാമിലി ഉണ്ടാണല്ലോ, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ അല്ല അങ്ങനെയാണ് അവൻ പറയണത്. എന്തൊരു നമുക്ക് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം ഇരിക്കുന്നത്. പക്ഷെ അവനവിടെ തോറ്റു. നമ്മളൊരു മാൻ ആവുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് അതേ അളവിൽ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അതിന്റെ ടൈം കണ്ടെത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഇതാവുന്നത് ശരിക്കും. പക്ഷെ ജൂഡ് അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല അവന്. ചിലപ്പോ ഓരോ ആൾക്കാരുടെ മാനസിക പ്രശ്നം അല്ലളിയാ. അങ്ങനെയല്ല, ഓരോ ലൈഫ് സ്റ്റൈല് വേറെ ആണല്ലോ. അങ്ങനെ ഞാൻ അതാ ഉദ്ദേശിച്ചത്. നീ അതിന്ന് റിക്കവർ ആയില്ലേ? നമ്മൾ റിക്കവർ ആണ്. നമ്മൾ ഒരിക്കലും നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ ആളുടെ കൂടെ ഒരിക്കലും നീ എന്നെ ഇട്ടേച്ച് പോവല്ലേ ഒരിക്കലും പുറകെ പോവല്ലേ. ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുന്ന നടക്കണ്ടല്ലേടാ സാർക്ക്? സത്യം, മുൻകരുതലുകളെ. ചന്ദ്ര എനിക്കെന്ത് ജീവിതം? എന്താ നീക്ക് ഇത്ര നേരമായിട്ട് നീകന്റെ ഒരു ക്യാരക്ടറിനെ പറ്റി തോന്നിയത്? അതെ നമുക്കിപ്പോ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. നീകനെ മിയനെ ഇഷ്ടമാണോ? നീകന് മിയെ ഇഷ്ടമാണോ? ചന്ദ്ര അതെങ്ങനെ ചന്ദ്ര പെട്ടെന്നൊരു കൊച്ചങ്ങനെ പറയുന്നത്? ചിന്തിക്കുന്ന ഒരാളാണ്. നീകനെ മിയേനെ ഇഷ്ടമാണെന്ന്. എനിക്ക് മിയനെ ഇഷ്ടമാണോ?
ചന്ദ്ര അതിപ്പോ എനിക്ക് ഇഷ്ടമായോണ്ടല്ലോ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും. ആ അത് ഞാൻ ഓൾറെഡി മീയോട് പറഞ്ഞല്ലോ കൺഫേം ചെയ്തു. നീകനൊത്തിൽ എന്റെ മനസ്സ് മനസ്സിലായി. അതെ അതെ. ചന്ദ്രൻ എന്താണ് ചന്ദ്രൻ? അല്ലെങ്കിൽ ഒരു കൊച്ചൊക്കെ ഉള്ളല്ലോ, അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എന്നെ മനസ്സിലാകത്തെ? അല്ല മനസ്സിലായി. അല്ല ഇത് നിങ്ങൾക്ക് അപ്പൊ ഫോർവേഡ് ചെയ്യാനാണോ താല്പര്യം? ഇല്ല മിയ ടൈം എടുത്തോട്ടെ ആളെ. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ലോ ചന്ദ്രൻ. എടിപിടി എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാനൊക്കെ ഇതെന്താ പണ്ടത്തെ മറ്റേ ആലോചിച്ച് നമുക്ക് തീരുമാനം എടുത്താൽ മതി നമുക്ക് കേട്ടോ. അറിഞ്ഞ് അതെ അങ്ങാടും ഇങ്ങാടും സംസാരിച്ച് പതിയെ മതി. നീ ഓക്കെ? അതെ, ഡേറ്റ് ഒക്കെ ചെയ്ത് പതിയെ മതി. അല്ല ഇപ്പത്തെ പുതിയ പിള്ളേരുടെ വാക്ക് ഡേറ്റിംഗ് ചന്ദ്രൻ. ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ചന്ദ്രൻ നമ്മൾ പല അർത്ഥമുണ്ട്, മനസ്സിലായില്ലേ? പല ആൾക്കാർ പല അർത്ഥത്തിൽ എടുക്കണം. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അത് ചന്ദ്രൻ പറഞ്ഞുതരും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്ത് ഡേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മള് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിട്ട് കണ്ടെത്തുന്ന സമയത്തിനാണ് നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ. SRK മനസ്സിലായോ? പക്ഷെ അത് പള്ളിക്കൂടത്ത് പോയിട്ടില്ല, അതുകൊണ്ട് ഒട്ടും തീണ്ടാതെയും വേണം അത് ചെയ്യാനായിട്ടല്ലേടാ സാറേ? അതെ ഇപ്പൊ ഒരു കുഷനിങ് ടൈം ആണ്, മനസ്സിലായില്ലേ? കുഷനാ നീകന് മുമ്പ് release ഉണ്ടായിട്ടുണ്ടോ ആ എത്രയോ നെവർ എവർ. ചന്ദ്രൻ സരള പറയുന്നേ സരള അത് ആക്ച്വലി സരള എന്ന് പറഞ്ഞാൽ ആക്ച്വലി സരളക്ക് ഇങ്ങാട് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ആ കുട്ടിയുടെ വിഷമം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഒരു ഇഷ്ടമല്ല. ദിവസം എന്തോ ചോദിക്കാൻ വേണ്ടി പോയി, അതിനുശേഷം പിന്നെ അത് സെറ്റ് ആയിട്ടില്ല. കോച്ചിന്റെ ലവർ. ചന്ദ്രൻ എന്താണ് ചന്ദ്രൻ പറയുന്നേ? അല്ല നിന്നെ പ്രപ്പോസ് ചെയ്തല്ല സരള? അത് എപ്പോ? അത് ഏത് ലോകത്ത് ചന്ദ്രൻ? ഞാൻ ഈ ലോകത്ത് ഫ്രഷ്. ചന്ദ്രൻ എന്താണ് ചന്ദ്രൻ? ഇല്ലല്ലേ ചോദിച്ചത്. ബർഗർ ഇമ്പോർട്ട് ചെയ്യാൻ പോയത്. സരളയൊക്കെ കോച്ചിന്റെ ലവറായിരുന്നു. അപ്പൊ ശരി എന്നാ പിന്നെ കാണാം. നിങ്ങളെന്ന് നമ്പരൊക്കെ ഷെയർ ചെയ്യാൻ അങ്ങോട്ടും നമുക്ക് സംസാരിക്കാം. ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ മെല്ലെ തീരുമാനങ്ങൾ എടുത്താൽ മതി. സത്യം പറഞ്ഞ എടാ ഇവിടെ ഉണ്ടടാ, ദേ ഇവിടെ വെച്ചിട്ടുണ്ടാ. എടാ ദേ നിങ്ങൾ എടുത്തോടാ, ബർഗർ എടുത്ത് കഴിക്ക്. എവിടെ SRK ബർഗർ ഇവിടെ ഉണ്ട്. വന്നല്ലേ? ഞാൻ ചെവിക്കല് ചേർത്ത് പോർണം കൊടുത്തേനെ. എവിടെ SRK ബർഗർ? ഞാൻ എടുത്ത് ഫ്രണ്ടിൽ ടേബിൾ യൂസ് ആക്ക്. കണ്ട് മിയ എടുത്ത് കഴിക്കൂ. മിയ സിംഗിൾ പാറ്റി അല്ലേ പറഞ്ഞേ? അത് സിംഗിൾ പാറ്റി ആണേ. ഞാൻ പറട്ടെ സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ആലോചിച്ച തീരുമാനം എടുക്കല്ലേ. പണ്ടാണ് ഒത്തിരി ടൈമൊക്കെ എടുക്കുന്നല്ലേ, ശ്വാസപ്പാക്കാലാണെങ്കിൽ. ചന്ദ്ര അത് വേണ്ട. ചന്ദ്ര ഇങ്ങ വന്നേ. ചന്ദ്ര ഇങ്ങ വന്നേ. നിർബന്ധിക്കാൻ വേണ്ട പറയാം. അത് വേണ്ട ചന്ദ്ര. അതിപ്പോ ടൈം എടുത്ത് അതിപ്പോത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ. അല്ല മിയ, ഞാൻ പറയണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര നേരം സംസാരിച്ചില്ലേ, അതിന്റെ ഇതിലൊരു തീരുമാനം വേണമെങ്കിൽ എടുക്കാം. പണ്ടത്തെ കാലം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ചന്ദ്രൻ നിങ്ങൾ ആലോചിക്ക്. നീക ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെന്തിനാ ഇത്ര ടൈം വേസ്റ്റ് ആകണം? നമ്മളെ ലൈഫിൽ ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് അത്ര സെറ്റായി അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പാടില്ലേ സെറ്റായിട്ട്? അല്ലടാ സാർക്ക്? ആ ഒരു വേസ്റ്റ് ആയി കളയുന്ന സമയം ഓർത്ത് നിങ്ങൾ സമയമൊക്കെ വെറുതെ വേസ്റ്റ് ആയി കളയുന്നതാണ്. ഇല്ല, അത് മിയാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ഞാനല്ല. അത് അല്ല ഗേൾസ് ഫസ്റ്റ് ആണ്. ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അടുത്തറിഞ്ഞിട്ട് പറയണേല് വേറൊരു ഫീൽ അല്ലേ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞേ, പണ്ടത്തെ കാലമൊന്നുമല്ലോ. ചന്ദ്രനൊക്കെ പണ്ടത്തെ ആൾക്കാരെ. വരൂ വരൂ. മിയൊക്കെ ഹെയർ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പോയാലോ ചന്ദ്രൻ? നിങ്ങളെന്നാ പോയി സംസാരിച്ചിട്ടൊക്കെ വാ. ഇല്ല എന്തായാലും ഇന്നിപ്പോ എന്താ മിയ കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് എന്തായാലും നാളെ സന്ധിക്കാം. മിയ ഞാൻ കൊണ്ടാക്കാം, വരൂ, ഡ്രോപ്പ് ചെയ്യാം. കാര്യം ചോദിക്കട്ടെ, ബോബുകള് പുറകെ കിടക്കടാ. അതെ ഇന്ന് പ്രപ്പോസ് ചെയ്ത് നാളെ സെറ്റ് ആവും ഇത്.
കൺഫേം. അതെ നാളെ ഞാൻ മറ്റേ സാധനം സെറ്റ് ആക്കാൻ പോയി നാളെ മറ്റേ ഇത് സെറ്റാ. അവക്ക് നല്ല താല്പര്യമുണ്ട്. ഇത് അവരെ പോയി. കൂട്ടുകാരാ അതെ ഞാൻ കിട്ട ക്യൂട്ട് നടക്കാറ് അല്ല നിങ്ങള് പോയിട്ട് വാ. അല്ല ഞാൻ മീനാക്കിട്ട് വരാം. ഞാൻ അങ്ങനെ എനിക്ക് പീരീഡ് സംസാരിക്കുന്നുണ്ട്. നീ മീനാക്കിട്ടോ. പോയി വാ.